നിലവിലെ സാഹചര്യം ദുബായിലെ ഓഫ് പ്ലാൻ റെഡി ടു മൂവ് പ്രോപ്പർട്ടികളെ ഏത് രീതിയിലാണ് ബാധിച്ചിട്ടുള്ളത്? പ്രോപ്പർട്ടി മേഖലയിലെ വിദഗ്ധരായ ELL പ്രോപ്പർട്ടീസിൻ്റെ സ്ഥാപകൻ സായി ശ്യാം സംസാരിക്കുന്നു. പ്രോപ്പർട്ടി ടോക്ക്. നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചത് ഈ ഒരു നിലവിലത്തെ ഒരു അൺസർട്ടനിറ്റി എങ്ങനെ ഈ ഒരു പ്രോപ്പർട്ടി മേഖലയെ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. കുറച്ചൊരു ഡീപ്പായിട്ട് നോക്കിയാൽ ഓഫ് പ്ലാൻ പ്രൊജക്റ്റുകളും റെഡി ടു മൂവ് ഉണ്ട്. അങ്ങനെ ഒരു ചൂസ് ചെയ്യാൻ സാധ്യതയുണ്ടോ ആളുകൾ? അതായത് ഇപ്പോൾ ഓഫ് പ്ലാൻ റെഡി ടു മൂവ് എന്ന് പറയുന്നതിനെക്കാട്ടും ഇപ്പം ആൾക്കാർ ബയേഴ്സ് രണ്ട് തരം ബയേഴ്സാണ്. ഒന്ന് പാനിക്, അതായത് സിറ്റുവേഷനെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ഈ ഒരു ക്രൈസിസിനെ ഹാൻഡിൽ ചെയ്ത് അതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് വാങ്ങുന്നവരുണ്ട്. രണ്ട് എന്ന് പറയുന്നത് ഈ സിറ്റുവേഷനിൽ പാനിക്കായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. ഈ രണ്ട് ടൈപ്പ് ആൾക്കാരാണുള്ളത്. ഇവർക്ക് റെഡി ടു മൂവ് ഓഫ് പ്ലാൻ ആണെങ്കിലും എന്തായാലും അവർക്ക് ഓപ്പർച്യൂണിറ്റിയാണ് വേണ്ടത്. ഓപ്പർച്യൂണിറ്റി വേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി നോക്കി പോകും. എന്താ വെച്ചാൽ കോവിഡ് ടൈമിലൊക്കെ ആൾക്കാർ ഒട്ടും എഡ്യൂക്കേറ്റഡ് അല്ല. ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങാനൊന്നും അപ്പോൾ ആൾക്കും അറിയില്ല. ഇപ്പോൾ എല്ലാവർക്കും എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവർക്കും അറിയാം, ഇവിടുത്തെ പ്രൈസ് അറിയാം, എല്ലാം അറിയാം. അപ്പം റെഡി ടു മൂവിൻ മാർക്കറ്റ് ഇപ്പോൾ കുറച്ചുകൂടെ സ്റ്റേബിൾ ആണ്. ഓക്കെ, സപ്ലൈ വളരെ കുറവായതുകൊണ്ട് അത് ഡ്രോപ്പ് ആയിട്ടില്ല. പക്ഷേ ഓഫ് പ്ലാൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബൈസ് ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഓഫ് പ്ലാൻ വാങ്ങുന്നവരൊക്കെ ഇപ്പോൾ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓഫ് പ്ലാനിൽ ചിലപ്പോൾ ഒരു കറക്ഷൻ സാധ്യതയുണ്ട്. അതായത് ഇനി ഒരു ഡൗൺ ദ ലൈൻ 2-3 ഇയേഴ്സിൽ ഹാൻഡ് ഓവർ ആകുന്ന പ്രോപ്പർട്ടീസിനൊക്കെ ഒരു ആൾക്കാർ വാങ്ങുമ്പോൾ ഒന്ന് നോക്കി വാങ്ങാം എന്നുള്ളൊരു പ്ലാൻ ചിലപ്പോൾ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഡെവലപ്പേഴ്സ് ഒരുപാട് ഓഫറുകൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 1.5 മാസം മുമ്പ് കിട്ടാത്ത പല ഓഫറുകൾ, ഇപ്പം രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കണ്ട, അല്ലെങ്കിൽ കാർ വരെ ഗിഫ്റ്റായിട്ട് കൊടുക്കും. ഇപ്പം ഒരു 2 million പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ 1.5 million പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ 200,000 കാർ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. 2 ലക്ഷം ദിർഹംസ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഡിസ്കൗണ്ട് ആണല്ലോ. അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി യൂസ് ചെയ്യുന്നവർക്ക് അതൊരു ഓപ്പർച്യൂണിറ്റി ആണ്. കുറേ ആളുകൾ വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്ത ആളുകളുണ്ട്, വാങ്ങണം, ഇവിടെ തന്നെ നിന്നിട്ട് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ടൈമായി. ഇപ്പോൾ ഒരു ചെറിയൊരു കറക്ഷൻ വന്നിട്ടുണ്ട്. കറക്ഷൻ ഇൻ ദ സെൻസ് ഓഫർ ഉണ്ട്. ആ ഓഫർ ഗ്രാബ് ചെയ്താൽ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറും. അതല്ലാതെ ഇതിൽ വലിയൊരു ഡിഫറൻസ് വരാൻ പോകുന്നില്ല. ബയേഴ്സിന് കുറച്ചുകൂടി ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ടോ നെഗോഷിയേഷന്റെ കാര്യത്തിൽ? ബയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ ബയേഴ്സിനെക്കാട്ടുപരി സെല്ലേഴ്സ് ആണ്. സെല്ലേഴ്സ് പാനിക് ആണെങ്കിൽ ബയേഴ്സിന് ഓപ്പർച്യൂണിറ്റി കിട്ടും. പക്ഷേ ഡെവലപ്പേഴ്സ് ഒന്നും പാനിക് അല്ല. കാരണം അവർക്ക് ഇനഫ് പ്ലാൻഡ് ആണ്, ഇത് വെൽ പ്ലാൻ ആണ്. കാരണം ഇതൊരു സിറ്റുവേഷൻ ഓൾറെഡി ഇത് എല്ലാവരും ഉറപ്പിച്ചിരുന്ന സിറ്റുവേഷൻ ആയിരുന്നു. ഇറാൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് വർഷങ്ങളായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതെല്ലാവർക്കും അറിയാം. അപ്പം സെല്ലേഴ്സ് പാനിക് ആകാന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഫണ്ടിന്റെ ആവശ്യമുള്ളവരും പിന്നെ ജോലി പോയവരും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ ഒരു പാനിക് സിറ്റുവേഷൻ വരാം. അത് ഒരു യൂസ് ചെയ്യുന്ന ബയേഴ്സും ഈ മാർക്കറ്റിലുണ്ട്. പ്രിപ്പയർഡ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ ആളുകൾ കുറച്ചുകൂടി. അതായത് പൊതുവേ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാലും അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പും മൊത്തത്തിൽ ഈ ഒരു മേഖലയിൽ ഉണ്ടെന്നാണ്. അതായത് ഇതിൽ നമ്മൾ പ്രോപ്പറായിട്ട് ന്യൂസ്, ഇന്റർനാഷണൽ ന്യൂസുകളൊക്കെ കാണുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞൊരു 6 മാസത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്ന് പറയുന്നത് ഓൾറെഡി 2025 ജൂണിൽ തന്നെ ഇസ്രായേൽ ഇതിനെക്കുറിച്ചൊരു വാൺ ചെയ്തതാണ്. അപ്പോൾ ഇതൊരു ഇഷ്യൂ ഉണ്ടാവുമെന്ന് അറിയാമെന്നല്ലോ. അപ്പോൾ അത് പ്രിപ്പയർഡ് ആയവർക്ക് കുഴപ്പമില്ല. നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു. കാരണം ഇതൊരു 4 മാസം മുമ്പ് തന്നെ നമ്മൾ ഇവിടെ ഷിപ്പ് വന്നു, അമേരിക്ക ഷിപ്പ് വന്നു എന്നൊക്കെ ഉള്ള ന്യൂസുകൾ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അത് വെറുതെ വരില്ലല്ലോ. റീജിയനിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പ്ലാനിങ് എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യമേ. അതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രോബ്ലം ഇല്ല. അത് എത്ര പേര് ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. ചെയ്തിട്ടുള്ളവർക്ക് സേഫ് ആണ്. പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സും അതിനനുസരിച്ചുള്ള ഡെഫിനറ്റ്ലി. ഇപ്പം നമ്മൾ ഒരു ഏജൻസി ബ്രോക്കറേജ് കമ്പനിയാണ്. അപ്പം ഡെവലപ്പേഴ്സ് എന്ന് പറയുമ്പോൾ 10,000, 6,000, 7,000 എംപ്ലോയീസ് ഉള്ള കമ്പനികൾക്ക് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോപ്പർ അനലിറ്റിക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അത് വെച്ചിട്ടല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ ഒരു പ്രോബ്ലം ഒരു ഡെവലപ്പേഴ്സിലും സംഭവിച്ചിട്ടില്ല. ഡെവലപ്പേഴ്സ് ഇപ്പം പ്രോപ്പർട്ടീസ് ഒക്കെ ആണെങ്കിലും കൺസ്ട്രക്ഷൻ ഒക്കെ പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്. ഒരൊറ്റ പ്രോബ്ലം ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ഷോർട്ടേജ് ഉണ്ട്. അത് ഈ ഷിപ്പ് വരാത്തത് കൊണ്ടും ഈ ഹോർമൂസിന്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടും അത് ഇനി ഏത് രീതിയിൽ ഇമ്പാക്ട് ചെയ്യുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.